എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. എൻ്റെ ചോദ്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ ബഹുദൈവ വിശ്വാസം ശരിയാണോ, തെറ്റാണോ? ഇസ്ലാം എങ്ങനെയാണത് നോക്കിക്കാണുന്നത്? സഹോദരൻ ഗിരീഷിൻ്റെ ചോദ്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസമാണെങ്കിൽ ബഹുദൈവ വിശ്വാസം തെറ്റാണോ എന്ന്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ബഹുദൈവ വിശ്വാസം തിന്മയാണ്, തെറ്റാണ്, പാപമാണ്. യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നുള്ള വിശ്വാസം. നേർക്ക് നേരെ മലയാളത്തിൽ പറഞ്ഞാൽ അതിനർത്ഥം അതാണ്. ലോകത്തിൽ ആരെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസം ഉൾക്കൊള്ളുന്നവരാണോ? അല്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന വസ്തുത. എല്ലാവരും പറയുന്നത് സൃഷ്ടാവായ ഒരാളെ ഉള്ളൂ, അതുണ്ടാകാൻ പറ്റൂ, അതാണല്ലോ ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോകത്താകെ കുഴപ്പമല്ലേ? സൂര്യനെ സൃഷ്ടിച്ച ഒരാളും ഭൂമിയെ സൃഷ്ടിച്ചത് വേറൊരാളും ആണെങ്കിൽ ആകെ ഖുർആനിൽ തന്നെ പറയുന്നു, ഒന്നിലധികം സൃഷ്ടാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രപഞ്ചമാകെ തവിടുപൊടിയായി നാശമാകുമാക്കുകയും. നമുക്കറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ല, ആകെ പരിക്രമണത്തിൻ്റെ, സംക്രമണത്തിൻ്റെ, ഭ്രമണത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചിലോട് തിരിച്ചിലാണ്. ഭൂമി സ്വയം ഭ്രമണം നടത്തുന്നു, സൂര്യന് പരിക്രമണം നടത്തുന്നു, നമ്മുടെ ഈ ഗാലക്റ്റിക് സെൻറ്ററിന് ചുറ്റും നമ്മുടെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒപ്പം ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നു, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോഴും സൂര്യൻ ചലിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. ആകെ ചലനമാണ്. ഇത് ഭൂമിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ ആകാശഗോളങ്ങളും ചലനത്തോട് ചലനമാണ്. ഇതെല്ലാറ്റിനും ഓരോന്നിനെയും ഒരുപാട് ദൈവങ്ങളാണ് സൃഷ്ടിച്ചതെങ്കിൽ സ്വാഭാവികമായും അതാകെ അവയൊന്നും തന്നെ ഈ സിസ്റ്റം ഉണ്ടാകില്ല, ഈ ഒരു യോജിപ്പുണ്ടാവില്ല, ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അങ്ങനത്തെ ഒരു വിശ്വാസം ആർക്കില്ല. പക്ഷേ ബഹുദൈവ വിശ്വാസമായി അറിയപ്പെടുന്നത് സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാതെ, സൃഷ്ടാവിനല്ലാതെ നമ്മൾ അവന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകളും വഴിപാടുകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്ന ഒരുപാട് ശക്തികൾ ഉണ്ടാകുമ്പോഴാണ് അതിന് ബഹുദൈവ വിശ്വാസമായി അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ തിന്മയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം മാത്രമല്ല, യഥാർത്ഥത്തിൽ ലോകത്ത് കടന്നു വന്ന എല്ലാ ദൈവദൂതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ലോകത്തിന് എങ്ങോട്ട് വന്ന ദൈവദൂതന്മാരും ഈ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുക. വേദഗ്രന്ഥങ്ങൾ, ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പലപ്പോഴും പറയാണ്ട് 30 കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഹിന്ദുക്കൾ. പലപ്പോഴും പ്രായോഗിക ലോകത്ത് അതാണ് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ പരിശോധിച്ചാലോ വളരെ കൃത്യമായി ഉള്ള പരാമർശങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഹൈന്ദവ വേദസംഹിതകളുടെ അടിസ്ഥാന പ്രാർത്ഥനയായി അവതരിപ്പിക്കുന്ന മഹാനിർവഹണ സ്തോത്രം ഉദാഹരണം, നമസ്തേ സദേ സർവലോകാശ്രയായ നമസ്തേ ചിദേ വിശ്വരൂപാത്മകായ നമോദ്വൈത തത്വായ മുക്തിപ്രദായ നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമസ്തേ സദേ സർവലോകാശ്രയായ, സകല ലോകങ്ങളും എല്ലാ സമയത്തും ആശ്രയിച്ചു നിൽക്കുന്നവനായ സൃഷ്ടാവിന് നമസ്കാരം. നമസ്തേ ചിദോ വിശ്വരൂപാത്മകായ, ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ നിനക്ക് നമസ്കാരം. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറയണത്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. ആ ഏകനാകുന്നു, ആ ഒരുവനാകുന്നു എൻ്റെ സകല ശരണം വിളികളും. അവനാകുന്നു സകല വരേണ്യങ്ങളും സകല
വസ്തുക്കളുടെയും അധികാരം അവനാകുന്നു. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ. ഈ ജഗത്തിന്റെ സൃഷ്ടി നിർമ്മാണ സംവിധാനങ്ങൾക്കെല്ലാം നാശത്തിന് മുഴുവനും നിമിത്തമായിട്ടുള്ള ആ ഒരുവനാകുന്നു എന്ന്. അപ്പോ ഈ ഏകനായ സൃഷ്ടാവിനെ കുറിച്ചാണ് വേദങ്ങളെല്ലാം പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾക്ക് യജുർവേദത്തിലും അതേപോലെ തന്നെ ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്തിലുമെല്ലാം അതിശക്തമായി പറയുന്നൊരു കാര്യം കാണാൻ കഴിയും. അന്ധം തമഹ പ്രവിശന്തിയേ സംഭൂതി മുഭാസതേ തദോ ഭൂയ ഇവതേ തമോ യ സംഭൂത്യാമൃതഃ. നശ്വരങ്ങളായ ദേവപിതൃമാനവാദികളെ ഉപാസിക്കുന്നവർ, ആരാധിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുന്നത്. അനശ്വരനായ പരമാത്മാവാണ് ആരാധനക്കർഹൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഏകത്വം പറയുകയും അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പഠിപ്പിക്കുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ, ദൈവദൂതന്മാർ. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മനുഷ്യർ വ്യത്യസ്തങ്ങളായ ജീവങ്ങളെ, ആ പറഞ്ഞ പ്രവാചകന്മാരെ തന്നെ, ദൈവദൂതന്മാരെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മതമായി അറിയപ്പെടുന്ന ക്രിസ്തു മതമാണ്. ക്രിസ്തു മതത്തിന്റെ ആരാധന ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷത്തിലെ 12ാം അധ്യായത്തിലെ 29-30 വചനങ്ങൾ നമ്മൾ വായിക്കും. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടുകൂടെയും സ്നേഹിക്കണം. അപ്പോ യേശുവടക്കമുള്ള എല്ലാവരുടെയും കർത്താവ് അവൻ ഏകന്. എന്നിട്ട് യേശു പറയാണ് മത്തായിയുടെ സുവിശേഷം 4ാം അധ്യായത്തിലെ 10ാമത്തെ വചനം, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ പറയുന്നത് അവിടെയല്ല എന്താ പറഞ്ഞത്, സട്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്ന്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത് ഇയാളാരാ? ക്രിസ്തു. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം അദ്വൈതത്തിൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് അദ്ദേഹം ഒരു കണ്ണാടിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കി. ഞാൻ അദ്ദേഹം സിദ്ധാന്തം പഠിപ്പിച്ചു, ഒരു ദൈവം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അല്ലേ? അത് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ എഴുതി വെച്ച വിഗ്രഹങ്ങളാണ് ഇന്നെല്ലായിടത്തും. ഈ വിഗ്രഹ പൂജക്കെതിരിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ണാടിയെ പ്രതിഷ്ഠിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അവകാശികൾ ആരാന്നുള്ള വിഷയത്തിലെ തർക്കം. ഞാൻ പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു ദുർബലതയാണ്. അവിടെയാണ് പിശാച് നമ്മളെ കൊണ്ടുപോകുന്നത് തിന്മയിലേക്കാണ് എന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ തമ്പുരാൻ, നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് അവന് തന്നെയല്ലേ? നമ്മളെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അറിയുന്നത് അവന് തന്നെയല്ലേ? അവനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മറ്റാരോട് പ്രാർത്ഥിച്ചിട്ടെന്താ? ഇപ്പം കഴിയുമെന്ന് വിചാരിക്കുക. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കുള്ള നന്മയാണെങ്കിലും തിന്മയാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചിലപ്പോൾ നമുക്ക് വലിയ തിന്മയായിരിക്കും. പ്രാർത്ഥിക്കുന്നത് എല്ലാം തരുന്ന ആളാണെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ആവശ്യപ്പെടുന്ന വിഷയം ചിലപ്പോൾ തിന്മയായിരിക്കും. നമുക്കറിയില്ലല്ലോ നാളെ എന്താന്ന്. ആ തിന്മ എന്താണ് നമുക്ക് നന്മയും തിന്മയും എന്ന് അറിയുന്നവനല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കേണ്ടത്, ഉത്തരം നൽകേണ്ടത്. ഇപ്പോൾ നമുക്ക് തന്നെ തോന്നാറുള്ള ചില അനുഭവങ്ങളുണ്ട്. ഇന്നെനിക്ക് ഓഫീസുണ്ട്, 10 മണിക്ക് എത്തണം, 10 മണിക്ക് എത്തണം, 9 മണിൻ്റെ ബസ് പിടിക്കണം. 9 മണിക്കുള്ളത് ആകെ ഒരു ബസ്സാണ്. ആ ബസ്സിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞപ്പോഴേക്ക് 8:55 ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് ഓടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ബസ് കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ ബസ്സാണ്ട് പോയി. ബസ് പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിരാശ തോന്നി. ദൈവം എൻ്റെ പ്രാർത്ഥനയും കേട്ടില്ല, എൻ്റെ ബസ്സും പോയി, എല്ലാ പ്രശ്നം. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയണത് ആ ബസ് എവിടെ പോയിട്ട് കുണ്ടിൽ ചാടി. അതിൽ പോയ 50 യാത്രക്കാരിൽ 45 പേരും മരണപ്പെട്ടു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവേണ്ടത് ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞതാണ്. ഇത് ഞാൻ പറയണത്, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് നന്മയാണോ തിന്മയാണോ എന്ന് കൃത്യമായി അറിയുന്നവനോടാകണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഭാവിയിൽ എന്ത് വിഷയത്തിലാണെങ്കിലും
നമുക്ക് ആത്യന്തികമായി നന്മ എന്ത് തിന്മ എന്ത് എന്നറിയുക ആർക്കാ? നമ്മളെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു അവനോ മാത്രമേ പ്രാർത്ഥിക്കാവൂ. അവിടെ വേറെ വർഗീയതയോ വേറെ വിഭാഗീയത ഒന്നുമല്ല. ഖുർആൻ പറയുന്നത് തൻ്റെ ഈ വിഷയത്തിൽ വളരെ സവിശേഷമായ ഒരു സന്ദേശമാണ്. ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-22 വചനങ്ങൾ. ഖുർആൻ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഹിന്ദുവേ, ക്രിസ്ത്യാനിയെ, മുസ്ലിമേ, സിഖുകാരനെ, ജൈനനെ, മതമില്ലാത്തവനെ, മതമുള്ളവനെ, ആരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് ഖുർആൻ പറയാണ്, മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവരെ മാത്രമാണ്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തെ സന്മാർഗത്തിലൂടെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കിയവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് നിന്ന് മഴ ചൊരിയിച്ചു തന്നവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി മഴയുപയോഗിച്ച് ഫലമൂലാദികളെയും സസ്യലതാദികളെയും വർദ്ധിപ്പിച്ചു തന്നവനാണ്. ഇതെല്ലാം ആരാ ചെയ്തത്? ഇതെല്ലാം ആരാ ചെയ്യണത്? നമ്മളെ സൃഷ്ടാവ്, സംശയമൊന്നുമില്ല. നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മളെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയാണോ? അല്ല. നമ്മളെ സൃഷ്ടിച്ചത് ശ്രീരാമനാണോ? അല്ല. നമ്മളെ സൃഷ്ടിച്ചത് ശ്രീ യേശു ക്രിസ്തുവാണോ? അല്ല. അപ്പോൾ മുഹമ്മദ് നബിയെയും ശ്രീരാമനെയും ശ്രീ യേശു ക്രിസ്തുവിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ അവരെല്ലാം വിളിച്ചതും പ്രാർത്ഥിച്ചതും ആരാധിച്ചതും അവനെയാണ്. അവനെയാകണം നമ്മൾ ആരാധിക്കുന്നത്, അവനോടാകണം പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്ത് അടിസ്ഥാനപരമായ തത്വം. അതല്ലാത്തത് സൃഷ്ടിപൂജ എന്നത് ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന നന്ദികേടാണ് എന്നും അതുകൊണ്ട് തന്നെ അത് വലിയ തിന്മയാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണത്? എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് പടച്ചവൻ, എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പടച്ചവൻ. പക്ഷേ നമ്മുടെ ചോദ്യം മറ്റു പലരോടും. മാനുഷികമായിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ ഭാര്യമാർ, എല്ലാ കാര്യങ്ങളും അവർക്ക് നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ നമുക്ക് മാത്രം നൽകേണ്ടത് അവർ മറ്റു പലർക്കും നൽകുന്നു. അതിനേക്കാൾ വലിയ നന്ദികേടെന്താ? അതിനേക്കാൾ വലിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണ്? ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യം എന്താണ്? ഇതേപോലെ തന്നെ ഇത് മനുഷ്യരുടെ ഇടയിലുള്ള ഉദാഹരണം. സൃഷ്ടികർത്താവായ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അവന് മാത്രം നൽകേണ്ട, അവന് മാത്രം അർഹതയുള്ള ഈ പ്രാർത്ഥനകൾ അവനല്ലാതെ നിർവഹിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുന്നു. അത് വലിയ പാപമാണ് എന്ന് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൃഷ്ടിപൂജ പാപമാണ്, തെറ്റാണ് എന്ന് പറയുന്നത്.